2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഓരോ പാർട്ടിക്കാരും തങ്ങളുടെ ഭാഗങ്ങൾ കൃത്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർ ഭരണമാണ് പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആകട്ടെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനമെന്ന് സൂചന. തന്റെ ഭരണത്തിന്റെ അവസാന വർഷം ഇത്തരത്തിൽ കുതിച്ചു കയറാനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ചില മന്ത്രിമാർ പുറത്തുപോയേക്കുമെന്നാണ് സൂചന. ആദ്യം പുറത്തുപോകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ആകുമെന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി മരുമകനായ മുഹമ്മദ് റിയാസിനെ പല രീതിയിൽ സഹായിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ് പലയിടത്തു നിന്നും. നേതാക്കൾ മാത്രമല്ല, മുഖ്യമന്ത്രിയെ എതിർക്കുന്ന മാധ്യമ പ്രവർത്തകർ വരെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇക്കാര്യം ശക്തമാണ്. അടുത്ത മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസിനെ ആക്കിയേക്കുമെന്ന് വരെ ശത്രുക്കൾ പറയാറുണ്ട്. ഈ സാഹചര്യത്തിൽ തനിക്ക് മരുമകനോട് യാതൊരു വ്യക്തി താല്പര്യവും ഇല്ലെന്ന് കാണിക്കാനാകും റിയാസിനെ പുറത്താക്കുക. ഷംസീറിനാകും ആ സ്ഥാനം ലഭിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സ്പീക്കറായ ഷംസീറിന് പകരം ശൈലജ ടീച്ചർ ആ സ്ഥാനത്തേക്ക് എത്തിയേക്കും. ശൈലജ ടീച്ചറെ പിണറായി വിജയൻ ഒതുക്കുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയായി വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടാണ്. ഇങ്ങനെയൊരു സ്ഥാനമാറ്റം നടന്നു കഴിഞ്ഞാൽ അവരുടെ പലരുടെയും വായടയും എന്നതാണ് സത്യം. പുറത്തുപോയേക്കാവുന്ന മറ്റൊരു മന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാന് പകരം ആലപ്പുഴയിൽ നിന്നുള്ള പി ചിത്രജ്ഞൻ മന്ത്രിയായേക്കുമെന്നാണ് പറയപ്പെടുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള ആർക്കും സ്ഥാനം ലഭിക്കുന്നില്ല എന്ന പരാതി മാറ്റാൻ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള ആരെയെങ്കിലും മന്ത്രിയാക്കാനാകും നോക്കുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര MLA കെ അൻസലിനെ മന്ത്രിയാക്കാനാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത നീക്കം. അൻസലൻ കോൺഗ്രസിന്റെ കോട്ടയിൽ പാർട്ടി ചിഹ്നത്തിൽ നിന്നും വിജയിച്ച ആളാണ്. CPM-ന് ഒരു കാലത്ത് അപ്രാപ്യമായിരുന്ന മണ്ഡലമായിരുന്നു നെയ്യാറ്റിൻകര. അവിടെയാണ് അൻസലൻ വിജയിച്ചത്. അൻസലൻ കൂടി മന്ത്രിയായാൽ തിരുവനന്തപുരത്ത് 2 മന്ത്രിമാരെ കിട്ടും CPM-ന്. ബി ശിവൻകുട്ടി, അൻസലൻ എന്നിവരാണ് അവർ. ഇങ്ങനെയുള്ള ഒരു അഴിച്ചുപണിയാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെയും മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയേക്കുമെന്നാണ് സൂചന. ആരോഗ്യരംഗത്തുള്ള മന്ത്രി വീണ വിജയന്റെ പ്രവർത്തനങ്ങൾ അത്ര ആശാവഹമല്ല. പക്ഷേ ക്രൈസ്തവ സഭയുടെ പിൻബലം വീണ ജോർജിനുണ്ട്. വീണ ജോർജ് 2 തവണ ജയിച്ചിട്ടും പ്രവർത്തനങ്ങൾ അത്ര മെച്ചമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ആറന്മുളയിലെ പാർട്ടിക്കാർക്കും വീണ ജോർജിനോട് എതിർപ്പാണെന്നാണ് പറയപ്പെടുന്നത്. കോവൂർ കുഞ്ഞുമോൻ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് ഏറെ നിർണായകമാണ്. മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് വിവിധ സാമുദായിക ഘടകങ്ങൾ കോർത്തിണക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിന് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലും പ്രത്യേക സ്ഥാനമുണ്ട്. ഈ മന്ത്രിസഭ പുനഃസംഘടനയൊക്കെ ഫലവത്താകുമോ എന്നാണ് കണ്ടു തന്നെ അറിയേണ്ടത്. അതേസമയം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, സംസ്ഥാനത്ത് തുടർഭരണം നേടിയ സർക്കാർ തുടങ്ങിയ ഖ്യാതികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തുടർഭരണം കൂടി കണക്കിലെടുത്താൽ 10ാം വർഷത്തിലേക്ക് അതൊരു റെക്കോർഡാണ്. 4ാം വർഷം വിപുലമായി ആഘോഷിച്ച് ജനങ്ങൾക്ക് മികച്ചൊരു ഓർമ്മപ്പെടുത്തലും അനുഭവവും നൽകി 3ാം തുടർഭരണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ മാസം 21-ന് തുടങ്ങിയ വാർഷികാഘോഷങ്ങൾക്കിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പ്രതിസന്ധിയായെങ്കിലും സാഹചര്യം മെച്ചപ്പെട്ടതോടെ വീണ്ടും ആഘോഷത്തിലേക്ക് മാറിയിരുന്നു. ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് സമാപനം. 5ാം വർഷം തെരഞ്ഞെടുപ്പ് വർഷമെന്ന സവിശേഷതയുമുണ്ട്. അതേസമയം അടുത്ത ഭരണം പിടിക്കാനൊരുങ്ങുന്ന പ്രതിപക്ഷം കരിദിനമായി ആചരിച്ചിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട പൂർത്തീകരണം, 6 വരി ദേശീയപാതയുടെ പുരോഗതി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം എന്നിവയുമുണ്ട്. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും നൽകാനാകാത്തത് ക്ഷീണമായി. ആശാവർക്കർമാരുടെ സമരം തുടരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽപ്പിച്ചിരുന്നു. PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം, പാലക്കാട് ബ്രൂവറി, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പിഴി കേസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായ അന്വേഷണം, പൂരം കലക്കൽ വിവാദം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ രക്ഷാപ്രവർത്തന ആക്രമണം, കെയറയിൽ പദ്ധതിയുടെ പേരിൽ ഭൂമി ഏറ്റെടുക്കൽ വിവാദം എന്നിവയും തിരിച്ചടിയായിട്ടുണ്ട്. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടലും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധിയും സർക്കാരിന്റെ മികച്ച പ്രകടനത്തിന് വിലങ്ങായിരുന്നു. ഉറച്ച ഭരണം, വികസനത്തിന് അനുകൂല സാഹചര്യം, സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് അടുക്കാനുള്ള ശ്രമം, ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ കഴിയുന്ന ഏക സർക്കാർ, ഈ വിശേഷണങ്ങൾ 3ാം വട്ടത്തിലും വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ക്യാപ്റ്റൻ പിണറായി വിജയനെ മുൻനിർത്തിയുള്ള ഇടതുമുന്നണിയുടെ അണിയറ നീക്കങ്ങൾ.